ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളു. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഏറ്റവും കൂടുതൽ കായ്ഫലമുള്ള മരത്തിന്റെ കുന്നുകളാണ് എപ്പോഴും ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധ്യാന ദിനത്തിൽ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മെ തന്നെ താഴ്ത്തുക എന്ന വലിയ ചിന്തയാണ്. വിശുദ്ധ ബൈബിളിൽ സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വന്നത് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും ഓർക്കുക. രാജാവാകാൻ യോഗ്യതയുള്ളവൻ ദാസനായി മാറിയത് വിനയത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഭാരത ദർശനത്തിൽ നമസ്തേ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. എന്നിലെ ദൈവികത നിന്നിലെ ദൈവികതയെ വണങ്ങുന്നു എന്നതാണ്. അഹങ്കാരം വെടിഞ്ഞ് മറ്റൊരാൾക്ക് മുന്നിൽ താഴ്മയോടെ കുനിയുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഒരു ആത്മീയ പൈതലിന്റെ മുഖമുദ്രയാണ് വിനയം. പരീശന്മാരുടെയും സദൂരികളുടെയും പൊങ്ങച്ച മനോഭാവങ്ങളിൽ നിന്ന് മാറി ഒരു ദാസത്വത്തെ എളിമയുള്ള സ്വഭാവമാക്കി സ്വീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചു. പലവിധ വിനകളിൽ നിന്ന് ഈ വിനയം നമ്മെ രക്ഷിക്കുന്നു. എന്നാൽ പലപ്പോഴും വിനയപ്പെടുവാൻ മനുഷ്യൻ താല്പര്യപ്പെടുന്നില്ല. അതിന് കാരണം ബന്ധങ്ങളിൽ നാം മുറുകെ പിടിക്കുന്നതാകുന്ന അഹങ്കാരം, നിഗളം, താഴ്മയില്ലായ്മ തുടങ്ങിയ ചില മനോഭാവങ്ങൾ തന്നെയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: സ്വാർത്ഥമായ അഭിലാഷത്തിൽ നിന്നോ ദുരഭിമാനത്തിൽ നിന്നോ ഒന്നും ചെയ്യുവാൻ കഴിയാതെ താഴ്മയിൽ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ളവരായി എണ്ണുക എന്നുള്ളതാണ്. ഇത് ക്രിസ്തുവിന്റെ മാതൃകയിൽ അധിഷ്ഠിതമായ വിനയമാണ്. മറ്റുള്ളവരോട് എങ്ങനെ എളിമയോടെ ആയിരിക്കാമെന്ന് പൗലോസ് ഏറ്റവും പ്രായോഗികമായി ഉപദേശം നമുക്ക് നൽകുന്നു. നമുക്ക് ചുറ്റുമുള്ളവരോട് അവരുടെ ക്ഷേമത്തിൽ യഥാർത്ഥ താല്പര്യം കാണിക്കുവാൻ തുടങ്ങും. ഈ ഉപദേശം നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. യേശുവിന്റെ താഴ്മയും ദാസത്വവും അവനെ ആക്കി വെച്ച ശവക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഉയർത്തപ്പെട്ടു. ശൂന്യമായ അഭിലാഷങ്ങൾ പിന്തുടരുന്നതിന് പകരം നാം വിനയമുള്ളവർ ആയിരിക്കണം. എളിയമുള്ളവർ സ്വന്തം നേട്ടമല്ല, മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള അവസരമാണ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള പരസ്പര വിനയം പ്രകടിപ്പിക്കുന്നതിലൂടെ ആളുകൾക്കിടയിലുള്ള ഐക്യവും മനുഷ്യത്വമുള്ള ഏകത്വവും നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ അതേ എളിമയും നിസ്വാർത്ഥമായ മനോഭാവവും മറ്റുള്ളവരെ നാം കൂടുതൽ പ്രാധാന്യമുള്ളവരായി നാം കണക്കാക്കുന്നു. ദൈവം തന്റെ പൂർണ്ണത നമ്മിൽ പ്രകാശിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ യേശു നമുക്കായി ഒരുക്കി വെച്ച ജീവിതത്തിന്റെ പുതുമയിലേക്ക് വിനയത്തോടെ നടക്കുവാൻ കൃപ ചെയ്യട്ടെ. ക്രിസ്തീയ സുവിശേഷം എന്തെന്നാൽ യേശു എനിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നതിനാൽ ഞാൻ വളരെ ഗുണമുള്ളവനാണ്. പക്ഷേ എന്നെ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. അത് യേശു എനിക്ക് വേണ്ടി മരിക്കുവാൻ സന്തോഷിക്കുന്നു. ഇത് ഒരേ സമയം ആഴത്തിലുള്ള വിനയത്തിലേക്കും ആഴമായ ആത്മവിശ്വാസത്തിലേക്കും നമ്മെ നയിക്കും. എളിമയിലൂടെയാണ് നമ്മെ യഥാർത്ഥമായ ആത്മവിശ്വാസം കണ്ടെത്തുന്നത്. വിനയമല്ലാതെ സ്നേഹമില്ല. മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നതിലൂടെ മാതൃകയിലൂടെ നയിക്കുന്നതിലേക്ക് ഈ വിനയഭാഗം നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ക്രൂശോടെ അടുപ്പിക്കട്ടെ. വിശുദ്ധ വാരദിനങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ, നമ്മിലൂടെ ക്രിസ്തുവിലൂടെ ദർശിക്കുവാൻ ആ സ്നേഹത്തിന്റെയും ആ താഴ്മയുടെയും ആ വിനയത്തിന്റെയും അനുഗ്രഹത്താൽ ദൈവം നമ്മളെ നയിക്കട്ടെ. ആമേൻ.